കൂട്ടുകാരെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ യൂട്യൂബിലും അല്ല ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത്. ഫേസ്ബുക്കിലൊക്കെ നമ്മളിങ്ങനെ ഒന്ന് രണ്ട് നല്ല യൂട്യൂബറുമായ ഒന്ന് രണ്ട് പേരെ സഹായിച്ചതിൻ്റെ പേരിൽ അവർ ഒരുപാട് പഴിയൊക്കെ കേൾക്കുന്നുണ്ട്. കാണും. അതൊരു പയ്യൻ ചോദിച്ചത് അങ്ങ് മേലോട്ട് പോകണമെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ഒത്തിരി പഴി അവർ കേൾക്കുന്നുണ്ട്. ആരെയോ ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ നമുക്ക് നല്ല, ഞാൻ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രസിദ്ധിയായ യൂട്യൂബർമാരാണ്. അവരെന്തോ സഹായമൊക്കെ ചെയ്ത്, അവരുടെ നല്ല മനസ്സുകൊണ്ട് അത് ചെയ്ത്. പക്ഷേ അതിലൊരുപാട് പാളിച്ചകളൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ ഇവരും ഈ സഹായം, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണേ, ഇവരും ഈ സഹായം ചെയ്തിട്ടേ അവർക്ക് റീച്ചിന് വേണ്ടിയല്ലേ ആ വീഡിയോ എടുത്ത് ഇങ്ങനെ ഈ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കമൻറ്റ് ലൈക്ക് ഒക്കെ കിട്ടി അവർക്ക് വീണ്ടും റീച്ച് കയറാനല്ലേ. അപ്പോൾ അത് രഹസ്യമായിട്ട് കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ വീഡിയോ പിടിക്കാതെയോ പുറം ലോകം അറിയിക്കാതിരുന്ന ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുമോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്നുമില്ലാത്ത അവളാണ്. ഞാനൊന്നുമില്ലാത്ത അവളാണ്. ആ കൊച്ചു ഇങ്ങനെ എന്തിനാന്ന് ചെവിയായിട്ട് കേട്ടാൽ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാനൊന്നുമില്ലാത്ത അവളാണ്. പക്ഷേ എങ്കിലും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 3 മാസം കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2-3 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ ഭിന്നശേഷിക്കാരിയാണ്. എനിക്ക് പുറത്തൊന്നും ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. ചെറിയൊരു കട കൊണ്ടാണ് ഞാനും കഴിയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ 2 പേർക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഞാനിതുപോലെയാണ്, ഇങ്ങനെ ഭിന്നശേഷിക്കാരിയാണ്, എനിക്കൊന്ന് കാണണമെന്ന്. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ അവരോട് ആവശ്യപ്പെടാൻ പോയത് വേറെ ഒന്നുമല്ല, എനിക്കൊരു വീൽ ചെയറിന് വേണ്ടിയിട്ടായിരുന്നു, ഇലക്ട്രോണിക് വീൽ ചെയറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരാരും അത് നമ്മളെ പാവങ്ങളൊന്നിട്ട് ഇവർ മെസ്സേജ് എടുത്ത് നോക്കൂല, അത് വേറൊരു വശം. അങ്ങനെ ഇവരാരും അത് നോക്കില്ല. ഞാൻ പിന്നെ അതും കളഞ്ഞ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിൽ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് കോടികൾ വരുമെന്നോ എന്ത് കിട്ടുമെന്നൊന്നും എനിക്കും അറിയാത്തതാണ് ഞാനിത് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാണ്. അതാണ് വീഡിയോയിലേക്ക് ഒരുപാട് പാളിച്ചകളുണ്ട്, അതെനിക്ക് തന്നെ അറിയാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. എങ്കിലും ഞാനതൊക്കെ തരണം ചെയ്ത് അങ്ങ് കൊണ്ടുപോകണം. എങ്കിലും ഞാൻ പറയണേ, അപ്പോൾ ഇതിന് മുമ്പായിട്ടൊക്കെ ഞാൻ ഒരു വ്യക്തിയെ ഞാൻ സഹായിച്ചു. പക്ഷെ ഞാൻ ആളെ ഒന്നും പറയുന്നില്ല. അപ്പോൾ ആ വ്യക്തിയെ ഞാൻ സഹായിച്ചപ്പോൾ ആ വ്യക്തി എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. സത്യം പറയാമെങ്കിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ മുറി നിറഞ്ഞ് അവരെ കണ്ണുനീര്, അത് കണ്ട് ഞാനും കരഞ്ഞു. സത്യം, അവരുടെ ആ കണ്ണുനീര് മതി എൻ്റെ മനസ്സ് നിറയാൻ. അവർ പറഞ്ഞു എന്തെന്നറിയാം, മോളെ നീ 2 കാലും വയ്യാതിരിക്കണം, നീ എന്നെ സഹായിച്ച്, പക്ഷേ നിൻ്റെ മനസ്സിന് അത്രയും നല്ല മനസ്സാണെന്ന് ദൈവം നിന്നെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അവർ കരഞ്ഞാൽ എനിക്ക് എങ്ങനെ പറയാമെന്നറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ കണ്ണുനീര് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പം അതാ ഞാൻ പേര് പറയുന്നില്ല, ആൾ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, ഓൺലൈനിൽ വന്ന് പറയുകയാണ്. പക്ഷേ ഇവർ കാട്ടിക്കൂട്ടുന്നത് കുറച്ചൊക്കെ ഇതല്ലേ. നമ്മൾ അങ്ങനെ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ പണ്ടൊരു പഴഞ്ചൊല്ല് പറയും, വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത്. അപ്പോൾ അതുപോലെ ചെയ്യണം. അപ്പോൾ എനിക്ക് ആ ആളെ സഹായിക്കാൻ പറ്റുമെന്നിട്ടല്ല ഞാൻ സഹായിച്ചത്. അത് കാരണങ്ങൾ എന്തിനു കൊടുത്തു ഞാൻ പറയുന്നില്ല. എങ്കിൽ അവർ കുറേ പേർക്കൊക്കെ അത് മനസ്സിലാവും, ഞങ്ങളെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്ക്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ലെങ്കിൽ ഞാൻ സഹായിച്ച് ഒരു ചെറിയൊരു സഹായം ചെയ്ത്, എനിക്ക് ഉണ്ടായിരുന്നിട്ടല്ല, എന്നെ ആൾക്കാർ സഹായിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു സഹായം കൊടുത്തു. അപ്പോൾ അതുപോലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ആരും അറിയരുത്, ആർക്കും നമ്മളത് പുറത്ത് പറയരുത്. അല്ലാതെ നമ്മൾ ലൈക്കിനും കമൻറ്റും വേണ്ടിയല്ല ചെയ്യേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലത് കൊള്ളണം, വേറെ ഒരാൾ അറിയരുത്. അപ്പോൾ ഇത്രയും റീച്ചിന് വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ അത് ഭയങ്കര പരാതികളും. പിന്നെ അവർ ചെയ്ത നല്ല കാര്യമാണ്, അവർക്ക് വീട് വയ്ക്കാൻ കാശ് കൊടുത്തു, അവർക്ക് ഭക്ഷണത്തിന് കൊടുത്തു, എല്ലാം കൊടുത്തു. പിന്നെ ഒരു കാര്യം ഉണ്ട്, നിങ്ങൾ കേൾക്കി, ഒരു 6-7 വർഷം വരും. എനിക്ക് ഭിന്നശേഷി സംഘടനയിൽ നിന്ന് ഒരു തിരുവോണത്തിൻ്റെ തലേ ദിവസം അവരെനിക്ക് കുറച്ച്, എന്നെപ്പോലെ കാല് വയ്യാത്ത ആൾക്കാരാണ്, കുറച്ച് സാധനങ്ങൾ മാറ്റി വന്നു. എനിക്ക് പേരും ഒന്നും അറിയില്ല, പക്ഷേ ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അതാണ് പറഞ്ഞത്. അവർ എനിക്ക് കുറച്ച് അരിയും സാധനങ്ങളും ഒരു ഓണക്കോടിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം ഞാൻ എന്തെന്നറിയാം, തിരുവോണത്തിൻ്റെ തലേ ദിവസമാണ്, കാരണം ഉത്രാടത്തിൻ്റെ അന്ന് അവർ വന്ന് അവരെൻ്റെ കയ്യിൽ എന്നെ പേരൊക്കെ വീട് ചോദിച്ച് മനസ്സിലാക്കിയാണ്. അപ്പോൾ അത് കൊണ്ടുവരാൻ കാരണം, ഞങ്ങളെ നാട്ടിൽ നിന്നൊരു കുട്ടിയെ തിരുമല എന്ന് പറയുന്ന സ്ഥലത്ത് കെട്ടിച്ചിട്ടുണ്ട്, പേയാട്. അപ്പോൾ ആ കുട്ടിയാണ് എൻ്റെ പേരൂടി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ, അപ്പോൾ അന്ന് എൻ്റെ അമ്മയൊക്കെ ഉണ്ട്, അസുഖമായിട്ടിരിക്കുകയാണ്. അമ്മ ഒരുപാട് നാളൊക്കെ അസുഖമായിട്ട് കിടന്നാണ് മരിച്ചത്. അപ്പോൾ അമ്മ ഇങ്ങനെ വയ്യാതൊക്കെ കിടന്ന് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അന്ന് എൻ്റെ റേഷൻ കാർഡൊക്കെ വെള്ള കാർഡായിരുന്നു, അരി സാധനമൊന്നും അധികം കിട്ടില്ല.
അപ്പോൾ ഇപ്പം എൻ്റെ കാർട്ട് ഞാൻ കൊണ്ട് അപേക്ഷയൊക്കെ കൊടുത്തു AY കാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരിയൊക്കെ എനിക്ക് കഞ്ഞിക്കും എല്ലാത്തിനും ഉണ്ട്. എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഡ്രസ്സിനൊന്നും ബുദ്ധിമുട്ടില്ല. എല്ലാം എൻ്റെ ഇഷ്ടാനുസരണമാണ് എല്ലാം നീങ്ങുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പോണത് മുന്നോട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നമുക്ക് അങ്ങനെ കോടികളൊന്നല്ലെങ്കിലും നമുക്ക് അന്നുള്ള അന്നത്തിനുള്ള വഴിയും ഉടുതുണി ആഹാരമൊക്കെ ഉണ്ട്. അത് ദൈവം തന്ന ഭാഗ്യമെന്ന് കരുതി ഞാനും പോകണം. അപ്പോൾ അങ്ങനെ അവർ ആ കുട്ടി പേര് പറഞ്ഞു കൊടുത്ത് എന്നെ ഫോൺ നമ്പറിൽ വിളിച്ച് അവർ ഉത്രാടത്തിൻ്റെ തലേ ദിവസം വന്നു. 2 പേരുണ്ടായിരുന്നു. വന്നത് 2 പയ്യന്മാരാണ്. മറ്റേ നമ്മളെ ഭിന്നശേഷിക്കാർക്കുള്ള സ്കൂട്ടറിലാണ് വന്നത്, 3 വീലുള്ള സ്കൂട്ടറിൽ. കണ്ട് വന്നിറങ്ങിയപ്പോൾ എനിക്ക് തന്നെ അങ്ങ് എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി കേട്ടോ. സാധനമായിട്ട് അവർ എന്നെക്കാളും വയ്യാത്ത ആൾക്കാർ എനിക്ക് സാധനമായിട്ട് കൊണ്ടുവന്നപ്പോൾ എനിക്കങ്ങ് എൻ്റെ സത്യം പറഞ്ഞാൽ സങ്കടം വന്നു. ഞാൻ എന്തെന്നറിയാം, എൻ്റെ കയ്യിൽ കൊണ്ട് നിറഞ്ഞ മനസ്സാലിഞ്ഞ തന്നു. ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ച് മായച്ചിട്ട് എന്തോ 10 കിലോ അരിയും അതിനുവിടുത്തെ സാധനം, ഒരു സാരിയാ ചുരിദാർ എന്തോ ഒരു ഓണക്കൊടി ഉണ്ട്. ഞാൻ 2 കൈ നീട്ടി ഞാൻ വാങ്ങിച്ചിട്ട് അവർക്ക് ഞാൻ തിരിച്ച് കൊടുത്തിട്ട് പറഞ്ഞ് എനിക്ക് ദൈവം സഹായിച്ച നാഴികയ്ക്കുള്ള വഴിയും ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വഴിയുണ്ട്. ഇതുപോലും ഇല്ലാത്ത എന്നെ പോലെയുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്, സന്തോഷത്തോടെ കൊടുക്കാൻ ഞാൻ തിരിച്ചു കൊടുത്ത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞെന്തെന്നറിയാം, എത്ര കിട്ടിയാലും തികയാത്ത ആൾക്കാരാണെന്ന് ലോകത്തുള്ളത്. ആ സ്ഥാനത്ത് ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ നല്ല മനസ്സുകൊണ്ട് ചേച്ചിക്ക് 1000 കോടി പുണ്യം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അവർ 2 കൈ നീട്ടി തിരിച്ച് വാങ്ങി. അപ്പോഴങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യന്മാർ കടയിൽ സാധനത്തിന് വന്നു. അപ്പോൾ പയ്യന്മാർ ചോദിച്ചു എന്ത് ചേച്ചിയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് കാര്യമെന്ന് പറഞ്ഞു. അപ്പോഴേ അവന്മാർ പറഞ്ഞതെന്നറിയാം, അവരോടെയും പറഞ്ഞു ചേച്ചിക്ക് അങ്ങനെ ഒന്നൊരു ആവശ്യമില്ല, ചേച്ചി അങ്ങനെ വാങ്ങൂല, ചേച്ചി അങ്ങോട്ട് കൊടുക്കുകയുള്ളൂ, ചേച്ചി ഇങ്ങനെ വാങ്ങൂല, നിങ്ങൾ സന്തോഷത്തോടെ ചേച്ചി തന്നതല്ലേ കൊണ്ട് മറ്റൊരു വീട്ടിൽ കൊടുക്കുകയെന്ന്. അപ്പോൾ അവരുടെ ആ ഇത് എന്നിട്ട് അവർ പിന്നും പറയുമായിരുന്നു, ഒരു വീട്ടിൽ കൊണ്ടുവന്നാലും ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് കരയണതേ ഉള്ളൂ, എത്ര കൊടുത്താലും അവർക്ക് തൃപ്തി വരില്ല എന്ന്. പക്ഷേ ഞാൻ അങ്ങനെയും ചെയ്ത ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിങ്ങനെ കഷ്ടപ്പെട്ടാലും എനിക്ക് അന്നുള്ള അന്നത്തിനും ഉടുതുണിക്കും ആഹാരത്തിനും എല്ലാം എന്നെ കൊണ്ട് പറ്റുന്നില്ല, പറ്റാത്ത കാര്യമാണ് ഞാൻ ചെയ്ത് ജീവിക്കണേ. അപ്പോൾ അതെനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതില്ലാതെ ഇപ്പം ഞാനൊരു കട നടത്തണോണ്ട് എനിക്ക് ആരും ഉണ്ണാനും കൊടുക്കാനും കൊണ്ട് തരണ്ട. അപ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മളെപ്പോലെയുള്ള കുട്ടികളെ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുമ്പോൾ നമുക്കത് അവരുടെ ആട്ടുബുക്ക് കേൾക്കണം, അത് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ആളിനെ വേണം കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെ അന്നും ഇന്നും എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ എനിക്ക് നല്ല മനസ്സേ ഉള്ളൂ. പക്ഷേ കൂടുതലൊന്നും കൊടുക്കാനൊന്നും ഉള്ള ഇതൊന്നും എന്നിലായിട്ടില്ല. എങ്കിലും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ തുടങ്ങി. പക്ഷെ എന്തെങ്കിലും ഒരു ചെറിയ സഹായം എനിക്ക് ഈ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുകയാണെങ്കിൽ ആർക്കെങ്കിലും 2 പേർക്കെങ്കിലും ഞാനൊരു സഹായം ചെയ്തിരിക്കും. അത് നിങ്ങളുടെ മുമ്പ് സത്യം ചെയ്യുമ്പോൾ ഞാൻ പറയുകയാണ്. അതിലൊരു വരി മാത്രമേ ഞാൻ എടുക്കൂ. സത്യം, ഞാനെന്നും എൻ്റെ വീടൊക്കെ വലിയ വീടൊന്നുമല്ല, മഴ പെയ്താൽ ചോർന്ന വീടാണ്. അങ്ങനെ എങ്കിൽ തന്നെയും അപ്പം എന്നെങ്കിലും ഈ നീണ്ടങ്ങോട്ട് വീഡിയോ ഇട്ട് ഞാൻ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് വെച്ച് സഹായം ചെയ്ത ആളുടെ കാര്യം ഞാൻ പറഞ്ഞു തരാം. അതെന്തിനു വേണ്ടി കൊടുത്തെന്നും എന്തിനു കൊടുത്തെന്നും അത് എങ്ങനെ ഞാൻ കൊടുത്തെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പം ഇന്ന് മൊത്തം ഈ വീഡിയോ ഒക്കെ അവരുടെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആർക്കും പബ്ലിസിറ്റി ചെയ്ത് കൊടുക്കരുത്. നമ്മളിപ്പോൾ ആർക്ക് കൊടുത്താലും അതാരും അറിയരുത്. ഞാനും ഇപ്പം 2-3 ഓണം കൊണ്ട് എല്ലാ വർഷവും ഓണത്തിന് 1-2 പേർക്കൊക്കെ ഞാനും ഡ്രസ്സ് എടുത്ത് കൊടുക്കാറുണ്ട്. വലിയ ഇതൊന്നും അല്ല, ഒരു കൈലി ഒരു തോർത്തും ആയാലും വാങ്ങി കൊടുക്കാറുണ്ട്. അതെൻ്റെ എനിക്ക് തോന്നി കൊടുക്കണത്. അപ്പോൾ അത്രയ്ക്ക് എനിക്ക് ഉണ്ടായിരുന്നിട്ടും അല്ല. അപ്പോൾ അത് മറ്റൊരു വ്യക്തി അറിയരുത്. നമ്മൾ രഹസ്യമായിട്ട് കൊടുക്കണ കാര്യം രഹസ്യമായിട്ട് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണത്. എന്നിട്ട് ഞാൻ ഇപ്പം 3 മാസത്തേക്ക് സഹായിച്ചെന്ന് പറഞ്ഞ ആളിന് വേണ്ടി ഞാൻ ഈ സൂരജിന് ഞാൻ 1-2 പേര് പറഞ്ഞു പോയി കേട്ടോ, ക്ഷമിക്കണേ. അല്ല നിങ്ങൾ തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കണേ, എനിക്ക് പേര് പറഞ്ഞു പോയി. സത്യം, ഞാൻ 2-3 തവണ സൂരജിന് മെസ്സേജ് ഇട്ട് ഇതുപോലെ എൻ്റെ വീടിനടുത്ത് ഒരാളുണ്ട്, അവരെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ നമ്മളാരും മെസ്സേജ് ഇട്ട് അവരെടുത്ത് നോക്കാറില്ല. അച്ചായനെ ഞാൻ 2-3 തവണ മെസ്സേജ് ഇട്ട് എനിക്ക് അച്ചായനോട് കാണണം, അതാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ചായനും ഒന്ന് നമ്മളെ മെസ്സേജിനെടുത്ത് നോക്കിയില്ല. എനിക്ക് ഞാൻ ഈ അച്ചായനോടൊക്കെ മെസ്സേജ് ഇട്ട് എനിക്കൊരു ഇലക്ട്രോണിക് വീൽ ചെയറിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ
അതൊന്നും അവർ കണ്ടുമില്ല കേട്ടുമില്ല. അങ്ങ് പോട്ടെ, എനിക്കതിൽ കുഴപ്പമില്ല. ഇപ്പം അതെനിക്ക് കിട്ടിയാലും എനിക്കത് ഉപയോഗിക്കാനും പാടാണ്. എന്നെക്കൊണ്ട് തന്നെ വീൽ ചെയറിലൊക്കെ കയറാൻ പാടുണ്ട്. അങ്ങനെ ഒരുപാട് ഘട്ടത്തിലൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇപ്പം ഞാൻ ഇത് ഓൺലൈനിൽ പറയണത് ആരെയും ഇടിച്ച് താഴ്ത്തിയോ ആരെയും കുറ്റപ്പെടുത്തിയോ അല്ല. ഇതിന് നാളൊരു എൻ്റെ പേർക്കൊന്നും പ്രശ്നം വരരുതേ. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വലം കൈ കൊണ്ട് കൊടുക്കണം, ഇടം കൈ അറിയരുത്, അത്രയേ ഉള്ളൂ. നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഈ കൊടുത്തിട്ട് ലൈക്കിനും കമൻറ്റിനും വേണ്ടി എന്തിനു വേണ്ടി വീഡിയോ പിടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്? അവർ അപ്പനും അമ്മയൊക്കെ പ്രായം ചെന്നവർ, അവർക്ക് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് ഒരു പുന്നല്ലി കണ്ട കോഴിയെ പോലെ അവർക്ക് കിട്ടിയപ്പോൾ അവർക്കതൊരു സന്തോഷമായിരുന്നു. അപ്പോൾ ഇവർ ഒരാൾ കൊടുത്ത ഒരാളിനോട് പറഞ്ഞില്ല, ഒരാൾ കൊടുത്ത ഒരാൾ പറഞ്ഞില്ല. വീഡിയോ മറ്റേ ചാനലേരെ വന്നപ്പം അവൻ്റെ കൂടെയും പറഞ്ഞില്ല. അവനോട് പറഞ്ഞെന്ന് പറയണ്, ആർക്കറിയാം. അപ്പം അങ്ങനെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു വ്യക്തിക്ക് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു ഉടുതുണിയോ അല്ലെങ്കിൽ ഒരു നേരം 100 രൂപ എന്തെങ്കിലും എടുത്ത് കൊടുത്താൽ നമുക്കത് ഏറ്റവും വലിയ പുണ്യമാണ്. പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഒരാൾ വന്നാൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഒരു ഭിക്ഷക്കാരൊക്കെ വന്നാലും, ഭിക്ഷക്കാരെന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ, നമുക്ക് നാളെ എന്താണെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ നാളെ നമ്മൾ മറ്റുള്ളവരെ മുന്നേ കൈ നീട്ടേണ്ട വരും. വന്നാൽ നമ്മൾ ഭിക്ഷക്കാർ തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഭിക്ഷക്കാരാണ്. നമുക്കും ഞാൻ ഈ കടയൊക്കെ നടത്തുന്നുണ്ട് ഒരുപാട് വിഷമിച്ചൊക്കെ ജീവിച്ച കാലമാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ഒക്കെ. ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ആ ഘട്ടമൊക്കെ താണ്ടി നമ്മളിന്ന് കഷ്ടപ്പെട്ടായാലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി എൻ്റെ ദാരിദ്ര്യമൊക്കെ മാറിയത് ഈ തൊഴിലുറപ്പൊക്കെ വന്നതിന് ശേഷമാണ്. റേഷൻ അരിയൊക്കെ നമുക്ക് ആൾക്കാർക്കും മഞ്ഞ കാർട്ടും BPL കാർട്ടൊക്കെയാണ് അങ്ങനെയൊക്കെ കിട്ടി തുടങ്ങിയപ്പം ഏതാണ്ട് ആൾക്കാർക്കും കുറച്ച് കഷ്ടതയൊക്കെ മാറി. പിന്നെ 2000 രൂപയൊക്കെ പെൻഷനായി, 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ആയപ്പോൾ നമുക്ക് കുറച്ചൊക്കെ കഷ്ടതയും ദുഃഖവും മാറി. പിന്നെ എല്ലാവരും ഇപ്പം തൊഴിലുറപ്പിലൊക്കെ പോകുന്നതുകൊണ്ട് അവർക്കും വലിയ ബുദ്ധിമുട്ട്, അന്നുള്ള അന്നത്തിനുള്ള വഴിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കുറേ നല്ല കാര്യങ്ങളൊക്കെ നമ്മളെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്, കുറേ മോശം കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നല്ലത് കൊണ്ടുവന്നാലും അഴുക്ക് കൊണ്ടുവന്നാലും കുറേ കുറ്റങ്ങളും കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതിലൊന്നും നമ്മൾ ചെവി കൊടുത്തിട്ട് കഥയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഞാനിത് പറയാനാണ് ഇപ്പോൾ ഇത്രയും ഈ വീഡിയോ ചെയ്യുന്നത്. ഇത്രയും നീളമുള്ള വീഡിയോ ഇതിൽ കയറുമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ ബൈ, ടാറ്റാ.